ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈമൂൺസ് കിച്ചൻ. അപ്പം ഇന്ന് ഞാനൊരു സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ചെറിയൊരു 3 സ്റ്റെപ്പ് ഉണ്ട്, എന്നാലും അത് ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റവയും കൂന്തലും വെച്ചുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ കൂന്തൽ കട്ട്ലറ്റാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം റവയും കൂന്തലും എന്ന് പറയുമ്പം കൂന്തലിന് പകരം നമുക്ക് വേണമെങ്കിൽ ചെമ്മീൻ എടുക്കാം, ചിക്കൻ എടുക്കാം, ഇനി കല്ലുമ്മക്കായ കിട്ടുവാണെങ്കിൽ അതും നമുക്ക് എടുക്കാം. ഇപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. ഒരു വെറൈറ്റിയുമാണ്, അടിപൊളി ടേസ്റ്റാണ്. റവയും പിന്നെ എന്താ പറയുക കൂന്തലിൻ്റെ ആ ഒരു ഫില്ലിങ്ങും ഒക്കെ കൂടെ വന്നപ്പം അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ വീഡിയോസ് കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഈ ഒരു കട്ട്ലറ്റിന് ഒരു 3 സ്റ്റെപ്പ് ഉണ്ടാവും. കൂന്തലിൻ്റെ ഒരു ഫില്ലിങ്ങും ഒരു വൈറ്റ് സോസും പിന്നെ റവയുടെ ഒരു മിക്സ്ചറും കൂടിയായിട്ട് കൂന്തലും വൈറ്റ് സോസും ഒരു സ്റ്റഫിങ് പോലെ ആക്കിയിട്ടാണ് ഞാൻ ഈ ഒരു സ്നാക്കിൽ ചെയ്യുന്നത്. അപ്പം നല്ലൊരു വൈറ്റ് സോസിൻ്റെ ആ ഒരു ടേസ്റ്റും പിന്നെ പാലിൻ്റെ ടേസ്റ്റും റവയുടെ ടേസ്റ്റും അതിൻ്റെ കൂടെയായിട്ട് കൂന്തലിൻ്റെ ടേസ്റ്റും കൂടെ വന്നപ്പം സ്നാക്ക് അടിപൊളിയായി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഓരോന്നും ഞാനിപ്പോൾ ഇങ്ങനെ അരിഞ്ഞെടുത്ത് വെക്കുന്നുണ്ട്. കൂന്തലിൻ്റെ ചെറിയൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാനിപ്പം കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 3 കൂന്തൽ, ഒരു മീഡിയം വലിപ്പത്തിലുള്ള 3 കൂന്തൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സ്നാക്കല്ലേ, അപ്പം ചെറിയ ചെറിയ പീസായിട്ട് കിട്ടിയാൽ മതി. അപ്പം അങ്ങനെ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഈ കൂന്തലിൻ്റെ ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു സവാള, മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള ചെറുതായിട്ട് നുറുക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, പുതിനയില ഉണ്ടെങ്കിൽ അതും ചെറുതായിട്ടൊന്ന് നുറുക്കി അരിഞ്ഞ് വെക്കാം. എരിവിന് വേണ്ടിയിട്ട് ഒരു 2-3 പച്ചമുളക് അതും ചെറുതായിട്ട് നുറുക്കി അരിഞ്ഞിട്ട് വെക്കാം. അപ്പോൾ ഇത് കൂന്തലിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതൊക്കെ. പിന്നെ 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് വേണം. ഇതെന്തായാലും റവ കൂന്തൽ കട്ട്ലറ്റ് ആണല്ലോ, അപ്പം ഒരു 1/4 കപ്പ് റവ ഞാനിപ്പം വറുത്തെടുത്ത റവയാണിത്, അതും ആവശ്യമാണ്. പിന്നെ ഉള്ളത് പാല് വേണം. ഞാനിപ്പോൾ ഒരു പാക്കറ്റ് പാലെടുക്കുന്നുണ്ട്. പോരാന്നുള്ളതിന് നമുക്ക് കൂടുതൽ പിന്നെ എടുക്കാം. അപ്പം റവ ഒന്ന് കുറുക്കിയെടുക്കുന്നതും പാലിലാണ്. വൈറ്റ് സോസ് ഉണ്ടാക്കാനും പാല് വേണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റവ ഒന്ന് വേവിച്ചെടുക്കണം. പാലിലാണ് ഞാനിപ്പം വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗീ ഒന്ന് നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് റവയാണ് ഞാൻ എടുക്കുന്നത്. അതിലേക്ക് 1 മുതൽ 1.5 കപ്പ് വരെ പാല് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് വെന്ത് വരണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഗീ നന്നായിട്ട് ഇപ്പോൾ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അളന്ന് വെച്ചിട്ടുള്ള പാല് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനിയിപ്പോൾ ഈ പാലിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ റവയിലേക്കും കണക്കായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് നോക്കിയിട്ട് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇനിയിപ്പം ഈ പാലൊന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി തിളപ്പിച്ചെടുക്കാം. പാലിപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളന്ന് വെച്ചിട്ടുള്ള റവ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഇനിയിപ്പം റവ ചേർക്കുമ്പം ഫ്ലെയിം ഏറ്റവും ലോ ആക്കി വെക്കുക. എന്നിട്ട് കുറച്ച് കുറച്ച് റവ ഇട്ട് കൊടുത്തിട്ട് നന്നായി കൈവെക്കാണ്ടങ്ങ് ഇളക്കി കൊടുക്കാം. ഒരു മരത്തവി വെച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് കൈവെക്കാണ്ട് ഇളക്കി കൊടുക്കണം. റവ ഏറ്റവും ലോ ആക്കി വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ വേവിച്ചെടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ റവ അങ്ങനെ മേലേക്ക് പൊന്തി തിളച്ച് വരുന്ന കാണുന്നില്ല. അപ്പോൾ കയ്യിലൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ റവ ഇപ്പം പാലിൽ നന്നായിട്ട് കട്ടാണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു സ്പൈസി ടേസ്റ്റും കിട്ടണം, പിന്നെ ജസ്റ്റ് ഒരു കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർത്തത്. നിർബന്ധമൊന്നും ഇല്ല. നന്നായി ഒന്നങ്ങ് റവയിൽ എല്ലാ ഭാഗത്തും മിക്സ് ആവുന്ന കണക്കിന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു സ്പൈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാരണം പിന്നെ റവയിൽ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഇല്ല. അപ്പോൾ അതിന് നമ്മൾ എക്സ്ട്രാ ടേസ്റ്റിന് എന്തെങ്കിലും ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ഇപ്പം മിക്സ് ആയിട്ടുണ്ട്. റവ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു പാലിൻ്റെ മണമൊക്കെ ഉണ്ട്. റവയിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് പാലിൻ്റെ. അപ്പം നന്നായി മിക്സ് ആയത് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റി അടച്ച് വെക്കുന്നുണ്ട്. ഇത് ബാക്കിയുള്ള ഫില്ലിംഗ് ഒക്കെ റെഡി ആകുമ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു സ്പൈസ് എല്ലാത്തിലും പിടിച്ചോളും. ഇനിയിപ്പം ഞാനിതിലേക്ക്
കൂന്തലൊന്ന് പൊരിച്ചെടുക്കാൻ പോവാണ്. അപ്പം ആ ഒരു പാനിൽ തന്നെ കഴുകിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി ഓയിൽ ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തൽ ഇട്ട് കൊടുക്കാം. കൂന്തലിന് ഞാൻ പിന്നെ പ്രത്യേകിച്ച് കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, വൈറ്റ് കളറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പം കൂന്തൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കൂന്തലിന് കണക്കായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്നങ്ങ് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ വൈറ്റ് സോസിലാണ് ഞാൻ ഈ ഒരു കൂന്തലിൻ്റെ ഫില്ലിംഗ് മിക്സ് ആക്കുന്നത്. അപ്പം നമുക്ക് പ്രത്യേകിച്ചൊരു കളറിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല വൈറ്റ് സോസിന് ഒരു സ്പൈസി ടേസ്റ്റ് കിട്ടാൻ ഒന്നുകിൽ റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇതേപോലെ കുരുമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു ടേസ്റ്റാണ് വൈറ്റ് സോസിന് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിപ്പം കൂന്തൽ നന്നായി മിക്സാക്കി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒന്ന് വെന്തിട്ടും മൊരിഞ്ഞ് കിട്ടണം, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ അടച്ച് വെക്കുമ്പം എന്തായാലും കൂന്തലിലേക്ക് കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ നമ്മുടെ കൂന്തൽ വെന്ത് വന്നോളും. അപ്പം വെള്ളം എന്തായാലും വറ്റിക്കാനോ പിന്നെ കളയാനോ ഒന്നും നിൽക്കണ്ട, കാരണം നമുക്ക് ആ ഒരു വെള്ളത്തിൽ വൈറ്റ് സോസ് ഉണ്ടാക്കാം. അപ്പം നല്ലൊരു മണമൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു വൈറ്റ് സോസിന് നല്ലൊരു കൂന്തലിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. അപ്പം ഞാനിപ്പം കൂന്തൽ അത്യാവശ്യം നന്നായിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കൂന്തൽ വെന്ത് വരും, ഒരുപാട് സമയമൊന്നും വേണ്ട. ഇനിയിപ്പം കൂന്തൽ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് അതേ സെയിം പാനിൽ തന്നെ ഇനി വൈറ്റ് സോസ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ കൂന്തലിപ്പം ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം ഈ സെയിം പാനിൽ തന്നെ ഞാൻ 1 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗീ നന്നായി മെൽറ്റായി വന്നാൽ 2 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഗീയും ആ ഒരു കൂന്തലിൻ്റെ വെള്ളവും ഈ മൈദയും കൂടിയിട്ട് നല്ലൊരു ക്രീമായിട്ട് വരും. നല്ലൊരു ക്രീമായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ക്രീമായി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഇട്ട് നന്നായി മിക്സ് ആക്കിയെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു വൈറ്റ് സോസും കൂന്തലിൻ്റെ ഒരു മിക്സും കൂടിയിട്ട് റവൻ്റെ ആ ഒരു മിക്സിലേക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വൈറ്റ് സോസ് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആവരുത്, കുറച്ചൊരു കട്ടിയായിട്ടുള്ളത് തന്നെ ആക്കണം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ടൈറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ആ ഒരു സെയിം പാനിൽ തന്നെ ഞാൻ കൂന്തലിൻ്റെ ഒരു മിക്സ് റെഡിയാക്കുകയാണ്. കൂന്തലിൻ്റെ ഒരു ചെറിയൊരു ഫില്ലിങ് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഓയിൽ ചൂടായാൽ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് മിക്സാക്കി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഇനി പ്രത്യേകിച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം കൂന്തലിന് ഉപ്പുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് സോസിലും ഉപ്പുണ്ടാവും. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ചേർത്ത് കൊടുക്കുന്നില്ല. സവാള അത്യാവശ്യം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാനൊരു 4 5 ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്നോ, വൈറ്റ് സോസിലാവുമ്പം എരിവിൻ്റെ അളവ് കുറഞ്ഞു പോകും. നമ്മൾ പച്ചമുളകും കുരുമുളകും ആയിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കണം. അപ്പം എല്ലാം കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും നമ്മൾ വേവിച്ചിട്ടുള്ള ആ ഒരു കൂന്തലും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള വൈറ്റ് സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്നങ്ങ് കുഴച്ച് മിക്സാക്കി എടുക്കണം. അങ്ങനെ എല്ലാം കൂടെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞിട്ട് അങ്ങ് വിതറി കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായി മിക്സ് ആക്കി എടുക്കാം. നമ്മുടെ വൈറ്റ് സോസ് കൂന്തൽ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇതാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു റവൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിൽ സ്റ്റഫ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ റവ മിക്സ് ഒന്നുകൂടെ നന്നായി കുഴച്ചെടുക്കണം. നല്ല ചൂടുണ്ട്, അടച്ചു വെച്ചതല്ലേ, അപ്പം ചൂടൊന്നും മാറിയിട്ടില്ല, കയ്യിൽ നന്നായിട്ട് പൊള്ളുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായി കുഴച്ചെടുക്കാം. പിന്നെ ഈ ഒരു റവ മിക്സ് തുറന്ന് വെക്കരുത്, ആയിക്കഴിഞ്ഞാൽ എന്തായാലും അടച്ചു വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഡ്രൈ ആയി പോവും. അപ്പോൾ പിന്നെയും നമ്മൾ കുഴച്ചെടുക്കാൻ കുറേ പണിയാവും, മുറിഞ്ഞു പോവും. അപ്പോൾ ഞാനിപ്പം കുഴച്ചെടുക്കാനായിട്ട് ചെറിയ ചൂടുവെള്ളം കുറച്ചൊരു ഒരു 2 ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം അല്ലെങ്കിൽ ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കാം. അങ്ങനെ ഇതിപ്പം നന്നായി കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് അങ്ങ് വിതറിയിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു കൂട്ടിനും ആ ഒരു ടേസ്റ്റ് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്നങ്ങ് കുഴച്ചെടുക്കാം. ഇനിയിപ്പം കയ്യിൽ കുറച്ച് ഓയിലൊന്ന് പുരട്ടിയിട്ട് നമ്മുടെ ഈ ഒരു റവ മിക്സിന്ന് ചെറിയൊരു ബോൾ എടുക്കാം. ചപ്പാത്തീൻ്റെ വലിപ്പത്തിലുള്ള ബോളാക്കി എടുക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്നങ്ങ് പരത്തിയെടുക്കാം.
കയ്യിൽ വെച്ച് ഇതേപോലെ ഒരു ഹോളാക്കിയിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് തടി വേണ്ട കേട്ടോ, അതാകുമ്പോൾ നമ്മുടെ ആ ഒരു റവൻ്റെ ടേസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് നേർമയാക്കിയിട്ടൊന്ന് കയ്യിൽ വെച്ച് പരത്തിയെടുക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ വൈറ്റ് സോസ് കൂന്തൽ മിക്സില്ലേ, അത് 1 ടീസ്പൂൺ ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തിട്ട് നന്നായി കവർ ചെയ്തെടുക്കാം. പുറത്തേക്ക് ആവാത്ത വിധത്തിൽ കവർ ചെയ്ത് കൊടുത്തിട്ട് നന്നായി ബോളാക്കിയെടുക്കാം. എന്നിട്ടൊരു കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ആക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു റവ മിക്സ് പൊടിഞ്ഞു പോകാത്ത അല്ലെങ്കിൽ മുറിഞ്ഞു പോകാത്ത വിധത്തിൽ നല്ലൊരു ബോളാക്കിയെടുക്കണം. എന്നിട്ടൊരു കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി എടുത്താൽ മതി. ഇതേപോലെ തന്നെ ആക്കിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും ഞാൻ ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ കയ്യിൽ കുറച്ച് നെയ്യൊക്കെ പുരട്ടിയിട്ടൊന്ന് ബോളാക്കി എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് നല്ലൊരു ഫിനിഷിങ്ങോട് കൂടിയിട്ട് പുറം ഭാഗമൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. അങ്ങനെ ഞാനിപ്പം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് സാധാരണ കട്ട്ലറ്റ് പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ അങ്ങ് പൊരിച്ചെടുക്കാം. ഞാനിപ്പം ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു മുട്ടയും ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ടയിലേക്ക് നമുക്കൊരു നുള്ളു ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ വിതറിയിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇനിയിപ്പം ഓരോ കട്ട്ലറ്റും മുട്ടയിൽ മുക്കിയിട്ട് നന്നായി ഒന്നങ്ങ് മുക്കിയെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ എല്ലാം ഞാനിപ്പോൾ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ അങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിലിട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നാൽ കട്ട്ലറ്റ് ഓരോന്നും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ പാനിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പം ഒരുപാട് ഓയിലിൽ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന പോലെയല്ല, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെയാണ് ആവുക. അപ്പോൾ ഞാൻ ഇതിൽ 2 മെത്തേഡും കാണിക്കുന്നുണ്ട്. ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതും ഷാലോ ഫ്രൈ ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായത്, ഏതാണോ ബെറ്റർ എന്ന് തോന്നുന്നത് ആ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പാൻ ഫ്രൈ ചെയ്യുമ്പം മുരിഞ്ഞ് വരാനും പിന്നെ എല്ലാ ഭാഗവും ഒരുമിച്ച് മുരിഞ്ഞ് വരില്ല, അങ്ങനെയുള്ളൊരു പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പം എനിക്കങ്ങനെയാണ് തോന്നിയത്. ഷാലോ ഫ്രൈ ചെയ്തെടുക്കുമ്പം നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ ആ ഒരു കട്ട്ലറ്റ് എല്ലാത്തിലും എണ്ണ അങ്ങ് മുങ്ങി പിടിച്ചിട്ട് എല്ലാം ഒരുപോലെ അങ്ങ് ഫ്രൈ ആയി വരും. ഷാലോ ഫ്രൈ എന്ന് പറയുമ്പം നമ്മൾ എണ്ണ വരുന്ന ഭാഗം മാത്രമേ അങ്ങനെ പൊരിഞ്ഞ് വരുള്ളൂ. അപ്പം അതിന് കുറച്ച് സമയവും എടുക്കും പൊരിച്ചെടുക്കാൻ. എന്താ പറയുക, ഓരോ ഭാഗത്തും പൊരിച്ചെടുക്കണം. മറ്റേത് ഡീപ്പ് ഫ്രൈ ആകുമ്പം എന്താ പറയുക, മൊത്തത്തിൽ അങ്ങ് ഒരേ സമയത്ത് തന്നെ അങ്ങ് ഫ്രൈ ആയി വരും. ആ ഒരു ഡിഫറൻസാണ് എനിക്കിത് രണ്ടും ചെയ്തപ്പം തോന്നിയത്. കണ്ടോ, പാൻ ഫ്രൈ ചെയ്യുമ്പം ആ ഒരു സൈഡൊന്നും കാര്യമായിട്ട് മൊരിഞ്ഞ് കിട്ടുന്നില്ല. അത് നമ്മൾ വേറെ തന്നെ ഇങ്ങനെ എണ്ണയിലിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ചെയ്യേണ്ടി വരും. ഡീപ്പ് ഫ്രൈ ആയിട്ട് നമ്മൾ എണ്ണയിൽ അങ്ങ് മുക്കിയിട്ട് പൊരിച്ചെടുക്കുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാം ഈവൻലി അങ്ങ് പൊരിഞ്ഞ് വന്നോളും. അങ്ങനെ ഇതിപ്പം ഒരു സെറ്റ് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അടുത്തതും പൊരിച്ചെടുക്കണം. അപ്പോൾ അത് ഞാനിങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതാകുമ്പം ഒരുമിച്ചിട്ടങ്ങ് പൊരിയുന്നതും കാണാമല്ലോ. അപ്പോൾ ഇതിപ്പം ഞാൻ എണ്ണയിലങ്ങ് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെയാകുമ്പം കട്ട്ലറ്റ് മുങ്ങുന്ന കണക്കിന് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം നമ്മളിത് പൊരിച്ചെടുക്കാൻ. അതാകുമ്പം മേലെയും താഴെയും എല്ലാ സൈഡും നന്നായിട്ട് അങ്ങ് പൊരിഞ്ഞ് വന്നോളും. പിന്നെ ജസ്റ്റ് ഒന്ന് അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കേണ്ട പണി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായത് ആ ഒരു രീതിയിൽ പൊരിച്ചെടുത്താൽ മതി. ഈ ഒരു കട്ട്ലറ്റ് എങ്ങനെ പൊരിച്ചെടുത്താലും തിന്നാൻ അടിപൊളി ടേസ്റ്റാണ്. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു റവ പാലിൽ വേവിച്ചെടുത്തപ്പം ആ ഒരു ടേസ്റ്റ്, പിന്നെ കൂന്തലും വൈറ്റ് സോസും ആയിട്ടുള്ളപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ്, മൊത്തത്തിൽ സൂപ്പറായി. ഈ ഒരു റവ കട്ട്ലറ്റ് നല്ല ചൂടോട് കൂടിയിട്ട് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കുക എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതിലുള്ളതെല്ലാം എന്ന് പറഞ്ഞാൽ ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. റവയായാലും നമ്മുടെ കൂന്തലായാലും വൈറ്റ് സോസ് ആയാലും എല്ലാം കുക്ക്ഡാണ്. അതിൽ പ്രത്യേകിച്ച് പച്ചയായിട്ടുള്ളതൊന്നുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ പുറം ഭാഗം ഒന്ന് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ റവ കൂന്തൽ കട്ട്ലറ്റ് റെഡിയായി. അങ്ങനെ എല്ലാം ഞാനിപ്പം പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഇത് മയണൈസിൻ്റെ കൂടെയോ ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ ഒക്കെ കൂട്ടി അങ്ങ് കഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഡെക്കറേഷൻ കൂടിയാണ്. മയണൈസ് ജസ്റ്റ് അതിൻ്റെ സൈഡിൽ കട്ട്ലറ്റിൻ്റെ സൈഡിൽ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് കാണാനൊരു ഭംഗി. പിന്നെ ഇത് കടിക്കുമ്പം റവ കൂന്തൽ കട്ട്ലറ്റിൻ്റെ കൂടെ മല്ലിയിലൻ്റെ ആ ഒരു ഇതും കൂടെ വരുമ്പം അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെന്താ പറയുക, ഇത് ജസ്റ്റ് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. നമ്മളെന്തായാലും മയണൈസിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കും, അല്ലെങ്കിൽ ടൊമാറ്റോ സോസിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇനിയിപ്പോൾ ഒന്നും ഇല്ലാണ്ട് ഈ ഒരു കട്ട്ലറ്റ് മാത്രമായാലും അതും സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. 2-3 സ്റ്റേജസ് ഉണ്ട്, അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ളൊരു ഫില്ലിംഗ് എന്തായാലും നമ്മൾ റെഡിയാക്കണം. പിന്നെ ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കണം, തരീൻ്റെ ഒരു മിക്സ് റെഡിയാക്കണം. ഈ 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ റവ കൂന്തൽ കട്ട്ലറ്റ് സൂപ്പറായി. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്ക്, എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം. പിന്നെ നിങ്ങൾ ഫ്രൈ ചെയ്യുന്ന രീതിയിൽ, ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല മഴയാണ് പുറത്ത്, എഡിറ്റിംഗ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ റെസിപ്പീസും ടിപ്സും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്കിനിയും കാണാം. അതുവരെ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.